ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവർക്ക് സമ്മതമാണെങ്കിൽ സെക്സിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസിലല്ലേ വളർത്തിയത്. ഒത്തിരി ഞാൻ ഈ പറഞ്ഞ ഈ മുൻവിധികളുടെ ലോകത്താണ് നമ്മൾ വളർന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാൻ സ്ത്രീകളെ നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ പരസ്പരം പുരുഷന്മാരെ നോക്കുന്ന സ്ത്രീകളുമുണ്ട്, സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർ. പക്ഷേ രണ്ടു കൂട്ടരും അവർ ഒരു അഭിനയത്തിൻ്റെ ലോകത്തല്ലേ ഏറ്റവും കൂടുതൽ സമയം. സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈ സമൂഹം ഇല്ലാത്തടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ തനി സ്വഭാവം ഇറക്കുന്നത്. അതാണ് ഈ ഗോവയിൽ സമൂഹം ഇല്ല അവിടെ നോക്കാൻ. സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് പറയും, ഇത് വല്ലാണ്ട് ഇവനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തെ പ്ലീസ് ചെയ്യാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതി സ്നേഹം എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് കൈയടി കിട്ടും. അവനൊരു ബുദ്ധിജീവിയാണ് എന്നൊരു തോന്നൽ വരും. സമൂഹം പെട്ടെന്ന് ഇവന് വെളിവുണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നു, ഹൈസ്പീഡ് ട്രെയിൻ വരുന്നു, അതിനെ പെട്ടെന്ന് എതിർക്കുന്നവൻ ബുദ്ധിയുള്ളവനാവുന്നു. പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും വരും, അപ്പോൾ ഇവൻ പരിഹസിക്കപ്പെടും. ഇതൊക്കെ സത്യമാണ്. ഒന്നുമില്ല, ഇപ്പോൾ ഇതിനൊക്കെ മനുഷ്യർക്ക് ബുദ്ധിയുണ്ടല്ലോ, അതൊക്കെയുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, കുറച്ചുകൂടെ ഓപ്പൺ സൊസൈറ്റി ആയാൽ മതി. ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവർക്ക് സമ്മതമാണെങ്കിൽ സെക്സിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം.